ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഹൈ ലേണിംഗ് സാത്തിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് SCERT ക്ലാസ് 9 ഫിസിക്സ് ആണ് പഠിക്കുന്നത്. Getting ready for SCERT class 9 physics. The roots of education are bitter, but the fruit is sweet. What you need, your brain and attention, computer or mobile or tablet or laptop, internet connection, pen and paper to note it, positive attitude to learn with patience. Today we learn equations of motion. Note it in paper and later prepare quality notes. അതിലാദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. If the velocity of the train starting from rest becomes 72 km per hour in 10 minutes, then what is the acceleration, and also calculate the distance traveled by the train within this time interval. ഇവിടെ പറഞ്ഞിരിക്കുന്നത് u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. റെസ്റ്റ് എന്ന് പറയുന്ന ഈ വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് റെസ്റ്റിലായതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. പിന്നെ ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റിനെ u ആയി ഡിനോട്ട് ചെയ്യുന്നു, ഫൈനൽ വെലോസിറ്റിനെ v ആയി ഡിനോട്ട് ചെയ്യുന്നു. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സസിൽ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം പിന്നെ ഒരു വീഡിയോ ഇടുകയാണ്. അപ്പം അതുകൊണ്ടാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. u ഇനീഷ്യൽ വെലോസിറ്റി, v ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 72 കിലോമീറ്റർ പെർ അവർ. നമുക്കറിയാം 1 കിലോമീറ്റർ 1000 മീറ്റർ ആണെന്ന്. അപ്പം 72 into 1000 divided by 60 into 60. എന്തുകൊണ്ടാണ്? പെർ അവർ ആയതുകൊണ്ട് 60 into 60 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ടൈം 10 മിനിറ്റ്. അപ്പോൾ 10 into 60 600 സെക്കൻഡ്സ്. അപ്പോൾ ആക്സിലറേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. അതായത് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ v minus u by t. v 20 minus 0 by 600 seconds. That is 1 by 30 meter per second square. Acceleration ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഡിസ്പ്ലേസ്മെന്റ് v square equal to u square plus 2s. v is the final velocity, u is initial velocity, a is the acceleration and s is the displacement. Displacement പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ പൊസിഷൻ. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. 20 സ്ക്വയർ, ഈ 22 എന്നൊക്കെ എഴുതിക്കേണ്ട എന്താ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട്. 20 സ്ക്വയർ ആണ്. 20 സ്ക്വയർ ഈക്വൽ ടു 0 plus 2 into 1 by 30 into displacement. ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ നമ്മളോട് കാണാൻ പറഞ്ഞത്. ഡിസ്പ്ലേസ്മെന്റിനെ എസ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 20 സ്ക്വയർ എന്താണ്? 400 into 15, that is 6000 മീറ്റർ, 6 കിലോമീറ്റർ. അടുത്തത്, എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് travels 100 meter in 5 seconds with uniform acceleration. Find the acceleration of the car. u എന്താണ്? റെസ്റ്റിലായതുകൊണ്ട് 0. v 100 മീറ്റർ, അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കുമ്പോൾ 100 divided by 5 20 meter per second. Acceleration of the car, change in velocity by time, v minus u by t, 20 minus 0 by 5, 4 meter per second. അടുത്തത്, an object starting from rest travels with an acceleration of 5 meter per second square. What will be the velocity after 3 seconds? u 0 ആണ്, റെസ്റ്റ് ആയതുകൊണ്ട് u 0. u എന്ന് പറയുന്നതൊക്കെ സ്മോൾ u ആണ്. സ്മോൾ v 5 meter per second square. v equal to u plus 80 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ v equal to 0 plus 5 into 3 there. So v equal to എന്താണ്? 15. ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഒരു ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒ പി ക്യു ഒ എസ് ആർ. ഇവിടെ 1 2 3 4 സെക്കൻഡ്സ് കാണിച്ചിരിക്കുന്നത്, 5 സെക്കൻഡ്സ് വരെ. വെലോസിറ്റി 10 20 30 40 50. വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് y ആക്സിസിലും ടൈം എക്സ് ആക്സിസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ഏരിയ. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഫസ്റ്റ് 2 സെക്കൻഡ്, 2 സെക്കൻഡിൽ എന്താണ്? നമ്മൾ ട്രയാങ്കിൾ ആണെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഒ എസ് പി, അതായത് ഈ ഒരു ട്രയാങ്കിളിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട് ഇൻ ദ ഫസ്റ്റ് 2 സെക്കൻഡ് is equal to ut plus half a t square, 0 into 2 plus half into 10 into 2 square, that is 20 meter. അതേപോലെ ട്രയാങ്കിൾ ഒ എസ് പി ആണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബി എച്ച്. ഇവിടെ ബി എന്താണ്? ഒ എസ്, പി എസ് ഹൈറ്റ്, പി എസ്
അപ്പം എന്ത് ചെയ്തു? ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 20, ദറ്റ് ഇസ് 20 മീറ്റർ. രണ്ടും ഒരേ നേരത്തെ കിട്ടി. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഫോർത്ത് സെക്കൻഡിൽ ട്രയാങ്കിൾ എന്താണ്? ഒ ആർ ക്യൂ ആണ് ട്രയാങ്കിൾ. അപ്പോൾ ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ 0 ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4 സ്ക്വയർ. എന്ത് കിട്ടി? 80. അതേപോലെ ട്രയാങ്കിൾ ഒ ആർ ക്യൂ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ഒ ആർ ഇൻറ്റു ക്യു ആർ, ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 40, അതും 80 മീറ്റർ തന്നെ കിട്ടി. ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അസൈൻമെൻ്റ് ആണ്. നിങ്ങൾ തന്നെ ചെയ്ത് കണ്ടുപിടിക്കുക. If the velocity of a train which starts from rest is 72 km per hour, 20 meter per second, after 5 minutes, find out the acceleration and distance traveled by the train in this time. U എന്താണ്? 0. V 20 meter per second. Acceleration, change in velocity by time. 20 minus 0 by 5, 4 meter per second square. S എന്തായിരിക്കും? ut plus half at square, 0 into 5 plus half into 4 into 5 into 5, just 50 meter. അടുത്തത്, a car attains a velocity of 54 km per hour, 15 meter per second within 5 seconds from the initial velocity of 18 km per hour, 5 meter per second. Calculate the acceleration and displacement. ഞാൻ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ് എടുക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 5 meter per second. Final velocity 15 meter per second. Acceleration, change in velocity by time. 15 minus 5 by 5 seconds. 10 by 5, 2 meter per second square. Displacement എന്താണ്? is equal to ut plus half a t square, 5 into 5 plus half into 2 into 5 into 5, 25 plus 25 എന്താണ്? 50 meter. പിന്നെ കുറേ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. Analyze the graphs given below. Which graph indicates uniform velocity? Uniform velocity indicate ചെയ്യുന്ന ഗ്രാഫ് ഏതാണ്? ഗ്രാഫ് 2. ഇത് കണ്ടോ? ഈ ഗ്രാഫാണ് യൂണിഫോം വെലോസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ which graph indicates non-uniform acceleration? Graph 4. Graph 4 എന്താണ്? Non-uniform. ഇതാണ് non-uniform കാണിക്കുന്നത്. Graph 4. Which graph indicates motion of a freely falling stone? Freely falling stone എന്താണ്? Graph 3. ഇതാണ് freely falling stone ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. Hope this is clear. Stay safe and keep learning.